ഗൈസ് നമ്മുടെ ഓണപരിപാടി ഇതിപ്പടെ സ്റ്റാർട്ട് ചെയ്യാനാണ്. ഗൈസ് ഈ പ്രാവശ്യവും അഭിജിത്താണ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ ഒരുമിച്ച് എല്ലാരും കൂടെ കുക്ക് ചെയ്യാനാണ് പ്ലാൻ. പാട്ട് മത്സരം നമ്മളപ്പോൾ ഓണപരിപാടി വൈബാക്കാൻ പോവുകയാണ്. അച്ചമ്മരെ എല്ലാ വർഷം ഓണത്തിനും വൻ പ്ലാനിങ് ആയിരിക്കുള്ളൂ. പക്ഷേ ആ പ്ലാനുകൾ പൊട്ടിത്തകരണം, എന്നാലും കടുത്ത പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതെ ഗൈസ്, ഈ വർഷവും ഓണത്തിൻ്റെ പ്ലാൻ പൊട്ടിത്തകർന്നിരിക്കുന്നു. പ്ലാൻ എയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതൊരു സെഡ് വരെയെങ്കിലും പോട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു ഇത്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഒരേ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചിട്ടോ. ഓണത്തിൻ്റെ തലേദിവസം രാത്രി വരെ എല്ലാം പക്കയിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടാത്ത സാധനങ്ങളെല്ലാം ഓൺലൈൻ മേടിക്കുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കുന്നു. അതായിരുന്നു ആദ്യത്തെ പ്ലാൻ. ഇനി അടുത്ത പ്ലാനാണ് കുക്കിംഗ്. ഓണത്തിന് പപ്പടം പഴം പായസം കൂട്ടി ചോറ് തിന്നണമെന്നുണ്ടെങ്കിൽ നമ്മ തന്നെ കുക്ക് ചെയ്യണം. ഇത് ഞങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഇത് തന്നെ ആയിരിക്കും ചെയ്യണത്. നാട്ടിൽ നിന്ന് മാറിയിരിക്കണ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ. നാട്ടിലെ പോലെ ഇവിടെ നമുക്ക് എൻജോയ് ചെയ്ത് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുമിച്ച് കുക്ക് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന തമാശകളും ഒച്ചപ്പാടും ബഹളവും ആഹാ 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 അടിപൊളി. ഈ പ്രാവശ്യവും അഭിജിത്താണ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ചിക്കൻ ഉണ്ടാക്കിയ എൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അത് ചിരിക്കണം. ചിക്കൻ ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന സാധനമാണ്. ഇതും കൊണ്ടാണ് അവൻ ചിക്കൻ ഉണ്ടാക്കാൻ പോണത്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി ഫ്ലോപ്പാക്കി. ഇതിപ്പോ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇഞ്ചിക്കറി ഉണ്ടാക്കി. ആ ഇഞ്ചിക്കറി ഇത്രയും പ്രിപ്പറേഷൻ ഇതിനൊരു ഇന്റർവ്യൂവിനും ചെയ്തിട്ടില്ല. അതെ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. സാമ്പാർ സെറ്റാകുന്നത് കുറച്ച് എളുപ്പമുണ്ടോ? ഡയലോഗില്ല, താൻ ഉണ്ടാക്കി കാണിക്കാം. എന്നിട്ട് ബാക്കി ഡയലോഗ് ഇത് ഇഞ്ചിക്കറി ആവണോട്ടോ. തന്റെ രസം കഴിഞ്ഞ ബെർലിൻ മൊത്തം കഴിച്ചാണ്. ഞാൻ എല്ലാവരും കുടിപ്പിച്ചാണ്. നോക്കിക്കോ. കുപ്പി ആസ്വദിക്കാൻ വേണ്ടി വെള്ളം കളി ഓടിക്കാനും ഇന്നെടുത്തിരിക്കുന്നത് 2 ചേടി, പിന്നെ ടുള്ളർമോട്, പിന്നെ അപ്പൊ ഇത്ര സാധനം അടിച്ചു പറയാൻ പോയാണ്. ഓക്കെ, ഇതെന്താണ് പെട്ടെന്നൊരു തിരക്ക്? ഇത്ര നേരം കുഴപ്പമുണ്ടായില്ല. ഇതോടെയാണ് പ്ലാനുകളൊക്കെ മൊത്തം തകരണത്. കുപ്പി ഒട്ടിച്ചോടെ എല്ലാം അടി ഒടുങ്ങി. അടിയെന്ന് വെച്ചാൽ 1.5 അടി. ഈ സെയിം കാര്യമാണ് കഴിഞ്ഞ വർഷവും സംഭവിച്ചത്. കുപ്പി ഒട്ടിച്ച് കുക്കിംഗ് കോളോയി. ഈ വർഷവും സെയിം റിപ്പീറ്റ്. ഗൈസ്, ഇതാണ് കാഷ്വാലിറ്റി വാർഡ്. ഒരാളിവിടെ കിടപ്പുണ്ട്, 2 പേരും ഇവിടെ കിടപ്പുണ്ട്. ഓക്കേണാ? ഓക്കേണാ? പനിയൊക്കെ മാറിയാ? എല്ലാരും എണീറ്റിട്ടുണ്ട്. ഓണാണ്. ഓവർ ചോറിന്റെ സമയത്ത് നീ ഇവനുണ്ടാവില്ല. ഇപ്പൊ ഇഞ്ചിക്കറിയുടെ റിവ്യൂ ചെയ്യാൻ എനിക്കറിയണം. കൊടുക്കണം, കൊടുക്ക്. റെഡി ആയിട്ടിരിക്കും. വായിൽ വെച്ചു കൊടുത്താൽ കയ്യൊന്നും കൊടുക്കണ്ട. കയ്യൊന്നുമില്ല. കൊടു. ഇത് കണ്ട ഇഞ്ചിക്കറി സ്പെഷ്യൽ കേട്ടാ. എനിക്ക് തന്നെ തന്നാണ് അതിന്റെ വെള്ളം പോലെയാണ് ഉള്ള അഭിപ്രായം പറയണം.
Sasari mama papa re mama papa ni mama papa ni sa 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 ni da pa ma re pa 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 mama pa 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 ma pa da ni da pa ma re ga sa re ma pa 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 mama pa 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 ma pa da ni da pa ma re ga sa ni sa re ma ga re ma pa ni da pa ma pa ni sa ni ma ഇത് രണ്ട് മലയാളി മങ്കകൾ ലാസ്റ്റ് മിനിറ്റ് കുക്കിംഗിലാണ്. പായസം എങ്ങനെയുണ്ട്? പോരല്ലേ? അപ്പൊ ഇതുണ്ടാക്കിയാണ് അവനല്ല ഉണ്ടാക്കിയത് എനിക്കറിയാം. പാവം ബർഗർ കടയിൽ വരുന്ന പായസം എങ്ങനെയുണ്ട്? തമ്പിയാണെങ്കിൽ പോലെ അമ്പയായിരിക്കും. ഞാനല്ല ഇളവൻ മതി. ചേച്ചി ഇരിക്കുന്നു. ഒരു ടീം എണീറ്റ് അന്നേരം ജയ്മോനെ എണീറ്റില്ല. രണ്ടാമത്തേക്ക് ഇരിക്കണ അവള് ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. നല്ല മണമണൊന്നും അടിക്കും. സമാധാനമില്ല കൊടുക്ക്. നമുക്ക് സാമ്പാറിന്റെ കൊടുക്കും പായസത്തിൽ. ചിക്കൻ സെറ്റാണ്. സ്വന്തമായിട്ട് പറഞ്ഞു. ചോദിക്കണം, എല്ലാവരും ചോദിക്കും. നീ ഇപ്പൊ തന്നെ ചോദിക്കണം. എല്ലാവരും ധൈര്യം ഉണ്ട് ചോദിക്കണം. എല്ലാവരും ചോദിക്കും. ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇതേ സംഭവം എന്താ അറിയോ? ഒരാഴ്ചയായിട്ട് റോഷിനി പറഞ്ഞു 3 ആഴ്ചയായിട്ട് ഉറക്കൂല. ഇഞ്ചിക്കറി എന്നുള്ള പഠനം വരുന്നു. ആ പഠനത്തിന്റെ അവസാനം ജയിച്ചു. ഈ അവസരത്തിൽ എന്നെ സഹായിച്ച റോഷ്നിക്കും അതുപോലെ ചിന്നുവിനും എന്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. റെസിപ്പി നന്ദി പറയണം. അമ്മയുടെ ഫോട്ടോ ഇതിനകത്ത് KGF മ്യൂസിക് ഇടോട്ടോ. എണീക്കാൻ പറ്റണല്ല. ഓ എന്റെ മുന്നേ നടക്കാൻ പറ്റൂല അവന്മാർക്ക്. ഭൂമിയുടെ വേറെ റെഡി 1 2 3 നമ്മള് നീങ്ങുമ്പോ ക്യാമറ നീങ്ങണം.